Network News is brought to you in association with Coloricals Gold Park, Manufacturers and Wholesalers, Main Road, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. Unity Center for Medical Education, Kaningad and Neelesharam. Glass Palace, MM Road, Pilatara, Kannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. കെ കണ്ണപുരത്ത് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. കണ്ണപുരം യോഗശാല CRC റോഡിന് സമീപത്തെ RD ഏജന്റ് P ശൈലജയാണ് മരിച്ചത്. കെ കണ്ണപുരം യോഗശാലയ്ക്ക് സമീപം ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടം നടന്നത്. അത്തം പിറന്നു, ഇനി പൂവിളിയുടെ 10 നാൾ. മലയാളികൾ ഓണാവേശത്തിലേക്ക്. ഇനി തൊടികളിൽ പൂപറിച്ചും പൂക്കളം തീർത്തും പുതിയ പുടവകളണിഞ്ഞും രുചിയറിഞ്ഞും ഓണക്കാലത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ഇന്നു മുതൽ ആരംഭിച്ചു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മൊട്ടാമ്പ്രത്ത് പ്രവർത്തിച്ചു വരുന്ന ലിയ കാറ്ററിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നും 1.5 ക്വിന്റൽ നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. സ്ഥാപനത്തിന് 25,000 രൂപ പിഴ ചുമത്തി. കേരള കാർഷിക സർവകലാശാല കാർഷിക സാങ്കേതിക വിദ്യാദിനം കണ്ണൂർ ജില്ലാതല പരിപാടി ഏഴോം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കെ കണ്ണപുരത്ത് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. കണ്ണപുരം യോഗശാല CRC റോഡിന് സമീപത്തെ RD ഏജന്റ് P ശൈലജയാണ് മരിച്ചത്. കെ കണ്ണപുരം യോഗശാലയ്ക്ക് സമീപം ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടം നടന്നത്. കണ്ണൂർ ഭാഗത്ത് നിന്ന് പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി ഇതേ ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. കല്യാശ്ശേരി കണ്ണപുരം റേഷൻ കടയ്ക്ക് സമീപത്ത് വെച്ചാണ് അപകടം നടന്നത്. RD കളക്ഷൻ ഏജന്റാണ് മരിച്ച പട്ടടത്ത് ശൈലജ. KSTP റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ണപുരത്ത് കാൽനടയാത്രക്കാരൻ ലോറിയിടിച്ച് മരിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. അത്തം പിറന്നു, ഇനി പൂവിളിയുടെ 10 നാൾ. മലയാളികൾ ഓണാവേശത്തിലേക്ക്. ഇനി തൊടികളിൽ പൂപറിച്ചും പൂക്കളം തീർത്തും പുതിയ പുടവകളണിഞ്ഞും രുചിയറിഞ്ഞും ഓണക്കാലത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ഇന്നു മുതൽ ആരംഭിച്ചു. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓണക്കാലം. മലയാളികൾക്ക് അത്തം പിറന്നു. തിരുവോണത്തിന് ഇനി 10 നാൾ കാത്തിരിക്കണം. അത്തം പിറന്നതോടെ പൂക്കൾ ശേഖരിക്കാൻ കുട്ടിക്കൂട്ടങ്ങളും ഇറങ്ങിത്തുടങ്ങി. പൂവിളികളോടെ മലയാളികൾ ഇന്നു മുതൽ പൂക്കളമിട്ട് ഓണനാളുകളിലേക്ക് കടക്കുകയാണ്. അത്തം മുതൽ 10 ദിവസം പൂക്കളമൊരുക്കുന്നതിന് ചില പ്രത്യേകതകളുമുണ്ട്. നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ച് ചാണകം മെഴുകിയ തറയിലാണ് അത്തമിടാൻ തുടങ്ങുന്നത്. തുമ്പപ്പൂവാണ് ആദ്യം ഇടേണ്ടതെന്നാണ് പഴമക്കാർ പറയുന്നത്. ആദ്യ 2 ദിവസം തുമ്പപ്പൂവും തുളസിയും മാത്രമാണ് ഇടുന്നത്. 3-ാം നാൾ മുതലാണ് പൂക്കളം ഇടുന്നത്. ചിത്തിരനാളിൽ പ്രാധാന്യം വെളുത്ത പൂക്കൾക്കാണ്. നാട്ടിൻപുറങ്ങളിലടക്കം നാടൻ പൂക്കൾ കുറഞ്ഞതോടെ കടകളിൽ നിന്നും വാങ്ങിയാണ് ഭൂരിഭാഗം ആളുകളും പൂക്കളം ഒരുക്കുന്നത്. വിവിധ ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തവണ പൂക്കൃഷി നടന്നത് പ്രാദേശികമായി പൂവില കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും കൂടുതലായി പൂവുകൾ എത്തിത്തുടങ്ങി. ചെണ്ടുമല്ലി, അരളി, തെച്ചി, വാടാമല്ലി, വിവിധ നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ എന്നിവ വിപണിയിൽ സുലഭമാണ്. വീടുകളിലും സ്ഥാപനങ്ങളിലും പൂക്കളമൊരുക്കാനും
പൂക്കള മത്സരങ്ങളിൽ പങ്കെടുക്കാനുമുള്ളവരെ കാത്ത് ഇനിയുള്ള ദിനങ്ങളിൽ തെരുവോരങ്ങളിൽ പൂവിപണി ഉണരും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മൊട്ടാമ്പ്രത്ത് പ്രവർത്തിച്ചുവരുന്ന ലിയ കേറ്ററിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നും 1.5 ക്വിന്റൽ നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. സ്ഥാപനത്തിന് 25,000 രൂപ പിഴ ചുമത്തി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മൊട്ടാമ്പ്രത്ത് പ്രവർത്തിച്ചുവരുന്ന ലിയ കാറ്ററിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നും 1.5 ക്വിന്റൽ നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. സ്ഥാപനത്തിൽ നിന്നും ഗോഡൌണിൽ നിന്നുമാണ് വസ്തുക്കൾ പിടികൂടിയത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് സ്പൂൺ, പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ കപ്പ്, സ്ട്രോ, പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ വാഴയില, പ്ലാസ്റ്റിക് ടേബിൾ ഷീറ്റ്, ഒരു കേസ് 300 മില്ലി പ്ലാസ്റ്റിക് കുപ്പിവെള്ളം തുടങ്ങിയവയാണ് പിടികൂടിയത്. പിടിച്ചെടുത്ത നിരോധിത ഉൽപ്പന്നങ്ങൾ മാടായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാറ്റി. ലിയ കാറ്ററിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നും 2ാം തവണയാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടുന്നത്. 2ാം തവണയും നിരോധിത ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു വെച്ചതിന് സ്ക്വാഡ് സ്ഥാപനത്തിന് 25,000 രൂപ പിഴ ചുമത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കാൻ മാടായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് PP, സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി, പ്രവീൺ PS, ദിബിൽ CK, മാടായി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ നീതു രവി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള കാർഷിക സർവകലാശാല കാർഷിക സാങ്കേതിക വിദ്യാദിനം കണ്ണൂർ ജില്ലാതല പരിപാടി ഏഴോം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാല കാർഷിക സാങ്കേതിക വിദ്യാദിനം കണ്ണൂർ ജില്ലാതല പരിപാടി ഏഴോം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്തുണ്ടാക്കുന്ന യോഗത്തിന് നൽകേണ്ട ഒരു മണിക്കൂറുണ്ടാകും. അപ്പോൾ നമ്മൾ തന്നെ സ്വയംപര്യാപ്തമാണ്. ആ സ്വയംപര്യാപ്തതയ്ക്ക് നീങ്ങാനുള്ള പുതുച്ചതയും സാങ്കേതിക പരിജ്ഞാനം നൽകുന്ന ഒരു കൂട്ടായ്മയാണ് കേരളത്തിലെ സംശയം. സമീപത്തോട് ഞങ്ങൾക്ക് രാജ്യത്തുള്ള കടന്നു പോകുന്നില്ല. ഇതിനും പോകാൻ സാധിക്കും. ഇവിടെ സ്വാതന്ത്ര്യത്തിലെ വിജയനഗർ നിയമസഭയിലെ ആദ്യം തന്നെ നമ്മൾ വിദേശിച്ചു. എൻ്റെ വോട്ട് കൂടിയാണ്. അതിലൂടെ വോട്ട് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചെൻ്റെ മണ്ഡലത്തിൽ പോകുന്നത്. ചെറുപ്പക്കാരെ നിയമസഭയിൽ ഒരു കന്നി MLA ആണ് എന്ന് നിലയ്ക്കുകയല്ല, പ്രഗത്ഭമുഖിയായി പാരമ്പര്യവും കഴിവും എല്ലാം തെളിയിച്ചുകൊണ്ട് കേരള കാർഷിക സർവകലാശാല വിവിധ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഗവേഷണ ഫലങ്ങളാണ് കൃഷി ഡിപ്പാർട്ട്മെന്റ് വഴി കർഷകരിലെത്തുന്നത്. ഈ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമായി കാർഷിക വികസന വകുപ്പിന്റെ ബ്ലോക്ക് ഉദ്യോഗസ്ഥരോടൊപ്പം സർവകലാശാലയുടെ ഗവേഷകരെയും നോഡൽ ഓഫീസർമാരായി ഉൾപ്പെടുത്തി ബ്ലോക്ക് ലെവൽ അഗ്രികൾച്ചറൽ നോളജ് സെന്ററുകൾ നിലവിലുണ്ട്. കർഷകരുമായുള്ള കാർഷിക സർവകലാശാലയുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായാണ് കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷകരുമായി ചേർന്ന് ഒരു കാർഷിക സാങ്കേതിക വിദ്യാദിനം ആഘോഷിച്ചത്. ഏഴോം പഞ്ചായത്തിലാണ് കണ്ണൂർ ജില്ലാതല പരിപാടിയും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിപാടിയും നടന്നത്. ചടങ്ങിൽ വെച്ച് കർഷകരെ ആദരിക്കുകയും ചെയ്തു. M. വിജിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P. ഗോവിന്ദൻ, T. വനജ, ഡോക്ടർ AV മീര മഞ്ജുഷ, KN ജ്യോതികുമാരി, KV ഗ്രീഷ്മ, K. സതീഷ് കുമാർ, MT മൃദുല, MK സുകുമാരൻ, A. ലിജിത്ത്, KN ഗീത, TT ബുഷ്ര, ഡോക്ടർ V. നിഷാലക്ഷ്മി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ നഗരസഭയുടെയും കുടുംബശ്രീയും നേതൃത്വത്തിലുള്ള ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്ത തുറന്നു. പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ ആരംഭിച്ച മേളയുടെ ഉദ്ഘാടനം പയ്യന്നൂർ MLA TI മധുസൂദനൻ നിർവഹിച്ചു. പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ ആരംഭിച്ച ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്ത TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് മാതൃകയായിട്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച് നാടിൻ്റെ പ്രശംസ നേടിയെടുത്തിട്ടുണ്ട്.
നമ്മുടെ മേഖലയിലെ പ്രാദേശിക ഭരണ സംവിധാനമാണ് പയ്യന്നൂർ നഗരസഭ എന്ന് നമുക്ക് അഭിമാനത്തോട് കൂടിയിട്ട് പറയാൻ സാധിക്കും. ഓണത്തിന് നഗരസഭയുടെ സ്പെഷ്യൽ എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവുണ്ട്. നിരവധിയായുള്ള ആളുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നൂറുകണക്കിന് ആളുകൾക്ക് അവരുടെ പ്രാദേശിക അവരുടെ ഈ ഓണത്തിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. വ്യവസായ വികസന ഓഫീസർ ലിജി ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, വി ബാലൻ, ടി പി സമീറ, ടി വിശ്വനാഥൻ, വി വി സജിത, കൗൺസിലർമാരായ കെ കെ ഫൽഗുനൻ, ഇക്ബാൽ പോപ്പുലർ, നസീമ ടീച്ചർ, ചിത്ര എം പി, കോർഡിനേറ്റർ എം രാമകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. കമനീയമായ കൈത്തറി, ഖാദി, കുടുംബശ്രീ, ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായ ഉൽപ്പന്നങ്ങൾ, MSMEP, MEGP, പ്രകൃതി ജീവന ഉൽപ്പന്നങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, നാടൻ പച്ചക്കറികൾ, അരി എന്നിവ മിതമായ നിരക്കിൽ മേളയിൽ നിന്നും ലഭ്യമാകും. കൂടാതെ ചെറുകിട കുടിൽ ഗ്രാമ കുടുംബശ്രീ പരമ്പരാഗത വ്യവസായ യൂണിറ്റുകൾക്ക് അവയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വേദിയൊരുക്കലുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വർഷങ്ങളായി നടത്തിവരുന്ന ചന്തയിലൂടെ കഴിഞ്ഞ വർഷം 75 ലക്ഷത്തിലധികം രൂപയുടെ വിറ്റുവരവ് ഉണ്ടായിട്ടുണ്ട്. ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 4 വരെയാണ് മേള സംഘടിപ്പിക്കുന്നത്. മേളയിൽ നിന്നും ഓരോ 1000 രൂപയുടെ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് മികച്ച സമ്മാനങ്ങൾ ലഭ്യമാകും. കൂടാതെ പെരുമ്പ സ്ഥിരം വിപണന കേന്ദ്രം, കാനായി, കോറം, കണ്ടോത്ത് എന്നിവിടങ്ങളിലും കുടുംബശ്രീ ചന്തയൊരുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ ട്രാഫിക് കമ്മിറ്റി ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരം വിജയം കാണുന്നു. തിരക്കുള്ള സമയങ്ങളിൽ പോലീസും ഹോംഗാർഡും സെൻട്രൽ ബസാറിൽ ട്രാഫിക് നിയന്ത്രിച്ചു. പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ ചെയർമാനായും പോലീസും മോട്ടോർ വാഹന വകുപ്പും KSRTC ATOയും ബസ് ഉടമസ്ഥ സംഘവും വാഹനത്തൊഴിലാളി സംഘടനകളും വ്യാപാരി ഹോട്ടൽ സംഘടനകളും ഉൾപ്പെട്ടതാണ് പയ്യന്നൂരിലെ ട്രാഫിക് കമ്മിറ്റി. ഓരോ വർഷവും ഓണക്കാലത്ത് ഈ കമ്മിറ്റി എടുക്കുന്ന പതിവ് തീരുമാനമാണ് ഇത്തവണയും എടുത്തത്. പെരുമ്പ ദേശീയപാതയിൽ തുടങ്ങി റെയിൽവേ മേൽപ്പാലത്തിൽ അവസാനിക്കുന്ന മെയിൻ റോഡ് കേന്ദ്രീകരിച്ചുള്ളതാണ് പയ്യന്നൂരിന്റെ പ്രധാന ടൗൺ. ട്രാഫിക് കമ്മിറ്റി പയ്യന്നൂർ ടൗണിൽ ഇത്തവണ ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരം ആദ്യ ദിവസം വിജയം കണ്ടു. കുരുക്കില്ലാതെയാണ് വാഹനങ്ങൾ കടന്നുപോയത്. ഹോംഗാർഡിന്റെയും പോലീസുകാരുടെയും സഹായത്തോടെയാണ് ആദ്യ ദിവസം കുരുക്കില്ലാതാക്കിയത്. ഗാന്ധി പാർക്ക് റോഡിലും CITU ഓഫീസ് റോഡിലും വൺ വേ നടപ്പാക്കാൻ ഒരു ഭാഗത്ത് നോ എൻട്രി ബോർഡുകൾ വെച്ചിരുന്നു. ഇത് ലംഘിച്ചു വരുന്ന വാഹനങ്ങളുടെ ഫോട്ടോ എടുക്കാൻ ഹോംഗാർഡും ഉണ്ടായിരുന്നു. ഇവിടെയും നോ പാർക്കിംഗ് കേന്ദ്രങ്ങളിലും അനുവദിച്ച സ്ഥലത്തല്ലാത്ത സ്ഥലങ്ങളിൽ U-ടേൺ നടത്തിയ വാഹനങ്ങളുടെയും ഫോട്ടോകളെടുത്ത് പോലീസിന് നൽകി. ഇവർക്കെല്ലാം വരും ദിവസങ്ങളിൽ പിഴയൊടുക്കാനുള്ള നോട്ടീസ് ലഭിക്കും. ഹോംഗാർഡ് ഫോട്ടോ എടുക്കുന്നത് കണ്ടതോടെ വാഹനങ്ങൾ ശരിയായ ദിശയിലൂടെ ഓടിത്തുടങ്ങി. തിരക്കുള്ള സമയത്ത് പോലീസും ഹോംഗാർഡും സെൻട്രൽ ബസാറിൽ ട്രാഫിക് നിയന്ത്രിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക എന്ന മുദ്രാവാക്യമുയർത്തി DYFI പയ്യന്നൂർ ബ്ലോക്ക് യുവതി സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PP അനീഷ ഉദ്ഘാടനം ചെയ്തു. പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക എന്ന മുദ്രാവാക്യമുയർത്തി DYFI പയ്യന്നൂർ ബ്ലോക്ക് യുവതി സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനം നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PP അനീഷ ഉദ്ഘാടനം ചെയ്തു. P ഷിജി, മഞ്ജുള, വിദ്യ എന്നിവർ സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ കോലം കെട്ടിയ യുവതികളും കോഴിയുടെ പ്ലക്കാർഡുകളുമായാണ് പ്രകടനം നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം വരവേൽപ്പ് സമ്മേളനം നടത്തി. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന സമ്മേളനം KSSPA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞമ്പു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ മണ്ഡലം പരിധിയിൽ നിന്നും ഈ വർഷം പെൻഷനേഴ്സ് അസോസിയേഷനിലേക്ക് കടന്നുവന്ന അംഗങ്ങൾക്ക് വരവേൽപ്പ് നൽകുന്നതിനായി സംഘടിപ്പിച്ച സമ്മേളനം KSSPA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞമ്പു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ദേവാലയങ്ങളിൽ എല്ലാം
പാർട്ടിയുടെ പ്രവർത്തനം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എങ്ങനെ കിടക്കുന്നു? കേന്ദ്രത്തിലാണെങ്കിൽ നോക്കുക, മലയാളത്തും പറയുന്ന നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഈ പ്രവർത്തന ശൈലി ഇപ്പോൾ എല്ലാം അട്ടിമറിച്ചുകൊണ്ടിരിക്കുക അല്ലേ? എന്തൊരു പ്രസംഗറിയോ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം കുട്ടി മരിക്കേണ്ടി വരാം. പക്ഷേ ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പ്രവർത്തനം നമ്മൾ ഈ പാഠത്തിൽ നിന്നും പഠിക്കാൻ മെനക്കെട്ടില്ലെങ്കിൽ നമ്മുടെ ഭാവി ശ്വാസം തന്നെയായിരിക്കും. ചിന്തിച്ചു നോക്കുക. നമ്മൾക്ക് ഇടയിൽ നമ്മുടെ കേരളം അങ്ങനെയില്ല, നമ്മുടെ രാജ്യം അങ്ങനെയല്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒരു മലയാള രാഷ്ട്രം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാർസികളും ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിന്റെ ഈ പ്രവർത്തന ശൈലി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ സുന്ദരമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല? അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ ചെറുപ്പക്കാരെ പോലെ പോട്ടേക്കുക. എന്താ സംഭവിയോ? അപ്പൊ നമ്മൾ മലയോര പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് വി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം രജീഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. KSSPA മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV രാഘവൻ മാസ്റ്റർ, മണ്ഡലം സെക്രട്ടറി KV രാജീവൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ കൊക്കോട്ട്, ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ നാലാപ്പാടം, PP ജയപ്രകാശ്, PK സത്യനാഥൻ, KV ഇന്ദിര, K റഷീദ BV എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാലഹരണപ്പെട്ട പാർട്ടിയാണ് CPM എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷ നുസ്രത്ത് ജഹാൻ. കണ്ണപുരത്ത് രാജ്യസഭ MP സദാനന്ദൻ മാസ്റ്റർക്ക് നൽകിയ സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മുതലാളിത്തത്തിന്റെ പാർട്ടിയായി ഇന്ന് CPM മാറിയെന്നും കമ്പ്യൂട്ടറിനെ കുറ്റം പറഞ്ഞവർ ഇന്ന് AI-യുടെ പിന്നാലെയാണെന്നും സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നുസ്രത്ത് ജഹാൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന വിപ്ലവം ആശയം ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? ക്യാപിറ്റലിസം ഇല്ലാതാക്കാൻ. റഷ്യൻ ക്യൂവിന്റെ വരെ വധിച്ചിട്ട് കമ്മ്യൂണിസം വന്നത് എല്ലാ താഴേക്കടയില് നിൽക്കുന്നവർക്ക് അധികാരത്തിലെത്താനും അവരുടെ സ്വാതന്ത്ര്യങ്ങളും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുമാണ് ശരിക്കുള്ള യഥാർത്ഥ കമ്മ്യൂണിസം ലോകത്തിൽ വന്നത് നമുക്കറിയാം. പക്ഷെ ഇന്ന് ലോകം മുഴുവനും കമ്മ്യൂണിസം നശിച്ച് ഈ ഭാരതത്തിന്റെ ഒരു കോണില്, ഞാൻ പറയും ഗാസ സ്ട്രിപ്പ് എന്നാണ് ഞാൻ പലപ്പോഴും ഇതിനെ വിളിക്കാറ്. കാരണം അത്രയും ബുദ്ധിമുട്ട് നമ്മുടെ കേരളത്തിനാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് സഹിക്കുന്നത് എന്നുള്ളത് ശരിക്കും വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ്. ഭാരതീയ ജനതാ പാർട്ടി നോർത്ത് ജില്ലാ അധ്യക്ഷൻ KK വിനോദ് കുമാർ, രാജ്യസഭ MP C സദാനന്ദൻ മാസ്റ്റർ, ഭാരതീയ ജനതാ പാർട്ടി നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി AP ഗംഗാധരൻ, സനിൽ AV, അർജുൻ മാവിലാക്കണ്ടി, അരുൺ തോമസ്, C നാരായണൻ, ജഗദീശൻ, M പ്രകാശൻ, ബിജു നാരായണൻ, ജിജേഷ്, സുജിത്ത് വടക്കൻ, KT മുരളി, അഭിഷേക് വെങ്ങര, ജിജേഷ് അണ്ണാമലൈ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ക്ഷീരകർഷകർക്കുള്ള ഇൻസെന്റീവ് വിതരണവും ക്ഷീരകർഷകരെ ആദരിക്കലും നടത്തി. TI മധുസൂദനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ക്ഷീരകർഷകർക്കുള്ള 2024-25 വർഷത്തെ ഇൻസെന്റീവ് വിതരണവും ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകരെ ആദരിക്കലും ക്ഷീരകർഷകർക്കുള്ള ഓണക്കിറ്റ് വിതരണവും നടന്നു. കോറോം രക്തസാക്ഷി സ്മാരക വായനശാലയിൽ നടന്ന പരിപാടിയിൽ TI മധുസൂദനൻ MLA ക്ഷീരകർഷകർക്കുള്ള ഇൻസെന്റീവ് വിതരണവും ഓണക്കിറ്റ് വിതരണവും ക്ഷീരകർഷകരെ ആദരിക്കലും നിർവഹിച്ചു. പയ്യന്നൂരിന് വെളിയിൽ പോയാലാണ് ഈ സ്ഥാപനത്തിൻ്റെ മഹത്വം, അതിൻ്റെ മൂല്യം, ജനങ്ങളത് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്രമരഹിതമായിട്ട് പ്രവർത്തിക്കുന്നൊരു സംരംഭമാണ് ജനതയുടേത്. രാവും പകലുമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കണം എന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കടുത്ത മത്സരമാണ്. 1 ലിറ്റർ പാലിന് ജനത ഈടാക്കുന്ന പൈസ കുറച്ച് കൂടുതലാണെങ്കിൽ അതിനും കുറച്ചിട്ട് പാല് വിൽക്കുന്നതിന് ആളുണ്ടാവും. പാല് ചെറിയ പൈസ കിട്ടുന്ന പാല് വാങ്ങിയിട്ട് പോകുന്നതിനാണ് താല്പര്യമെടുക്കുന്നത്. ഇപ്പോൾ ജനതയുടെ കൃഷിക്കാർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം മാർക്കറ്റിൽ അവർക്ക് വരവായിട്ട് വരുമ്പോഴാണ് നമ്മുടെ കൃഷിക്കാരുടെ കയ്യിലേക്ക് ന്യായമായിട്ടുള്ളൊരിതായിട്ട് തിരിച്ചു കൊടുക്കാൻ സാധിക്കും. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി T ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. KV സുധാകരൻ, M അംബു, A കിഷോർ കുമാർ, KP പ്രകാശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് ഉജ്ജ്വല വിജയം. മത്സരിച്ച മുഴുവൻ സീറ്റിലും SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചു. കണ്ണൂർ സർവകലാശാല കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് നടന്നു. പയ്യന്നൂർ കോളേജിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും SFI സ്ഥാനാർത്ഥികൾ വിജയം നേടി. OV അശോക് ചെയർമാനായും വൈസ് ചെയർപേഴ്സണായി അനാമിക നയനനും വിജയിച്ചു. സെക്രട്ടറിയായി VK ശ്രാവണും ജോയിന്റ് സെക്രട്ടറിയായി ആർദ്ര ഷാജിയും വിജയിച്ചു. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് SFI പ്രവർത്തകർ പ്രകടനം നടത്തി. കോളേജ് പരിസരത്തു നിന്നും പയ്യന്നൂർ ടൗൺ വരെ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിനിമ, സീരിയൽ, നാടക നടനും സംവിധായകനുമായ VP രാമചന്ദ്രന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനം നടന്നു. VP രാമചന്ദ്രൻ പുരസ്കാരം സന്തോഷ് കീഴാറ്റൂർ ഏറ്റുവാങ്ങി. സിനിമ, സീരിയൽ, നാടക നടനും സംവിധായകനുമായ VP രാമചന്ദ്രന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടന്നു. ഡോക്ടർ സജിത മഠത്തിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാടക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്തരം സാധ്യതകളെ ഇല്ല. പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം VP രാമചന്ദ്രൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അദ്ദേഹം വിഷ്വൽ മീഡിയയിലും കൂടി വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ കലാകാരൻ എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രസൻസിനെ ഈ ഗ്രാമം വീണ്ടും വീണ്ടും ഓർക്കേണ്ടതുണ്ട് എന്ന് കരുതിയ കുറേ മനുഷ്യർ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം, കുടുംബം തീർച്ചയായിട്ടും അതിന് വലിയ സപ്പോർട്ടാണ്. VP രാമചന്ദ്രന്റെ സ്മരണയ്ക്കായി VP ഫൗണ്ടേഷൻ നൽകുന്ന പ്രഥമ പുരസ്കാരം നാടക സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ ഏറ്റുവാങ്ങി. മുഖ്യാതിഥിയായ ചമയ വിദഗ്ധൻ പട്ടണം റഷീദ് പുരസ്കാരം സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. PU രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എതിർദിശ പത്രാധിപർ PK സുരേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. VP രാജേഷ് സ്വാഗതം പറഞ്ഞു. സീതാ ശശിധരൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. VP രാമചന്ദ്രന്റെ ഭാര്യയും മക്കളും സഹോദരനും മറ്റ് ബന്ധുമിത്രാദികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ ബസാറിൽ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ ബസാറിൽ സുദീപ് ഡോക്ടറുടെ ക്ലിനിക്ക് പരിസരത്ത് ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പല നിലക്കും ഇടപെട്ടും കൊണ്ട് വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ എല്ലാം സഹായത്തോടുകൂടി നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ ലക്ഷക്കണക്കിനുള്ള കുടുംബങ്ങൾക്ക് ഓണം ആഘോഷിക്കുന്നതിന് ഏറ്റവും മിതമായ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഓണച്ചന്തകൾ സർക്കാർ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ഓണച്ചന്തകളിലൂടെ നമ്മുടെ ഓരോ കുടുംബത്തിലും അത്യാവശ്യം വരുന്ന ഏതാണ്ട് ഒരു 32ഓളം ഇനങ്ങൾ അത് സബ്സിഡി നിരക്കിലും ഒക്കെയായി ഏറ്റവും മിതമായ നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കിക്കൊണ്ട് പൊതുവിപണിയിലുണ്ടാകുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്നു മുതൽ ഇവിടെ കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഇത്തരമൊരു ഓണച്ചന്ത ആരംഭിച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് P മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PP ഭരതൻ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, K ദിനേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 13 സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ 22ഓളം സാധനങ്ങൾ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിദഗ്ധ പരിശീലനവും തൊഴിലും തേടി കേരളത്തിലെ യുവതീ യുവാക്കൾ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം മാറ്റിയെടുക്കേണ്ടതുണ്ടെന്ന് BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി അഭിപ്രായപ്പെട്ടു. ചെറുകാനത്ത് BJP തൃക്കരിപ്പൂർ ചൊവ്വേരി തങ്കയം വാർഡ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ML അശ്വിനി. ചെറുകാനം വിവേകാനന്ദ നഗറിൽ നടന്ന സമ്മേളനം BJP കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനത്തെ ഒരുപാട് മുന്നിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിലൊരു ഊർജം പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും വേണം. ഈ ഒരു ഊർജം നമ്മുടെ മുമ്പിൽ ഇനി 70 ദിവസമുണ്ട്. ആ 70 ദിവസത്തിൽ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും നമ്മുടെ ഇടയിൽ എന്ത് തന്നെ ചതി കളിച്ചാലും അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു അംഗക്കളരിയിലേക്ക് നമ്മളെല്ലാവരും കാലെടുത്ത് വെച്ചിരിക്കുന്നത് എന്നത്
നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിന്, ഈ ഒരു സമ്മേളനം നിങ്ങൾക്ക് വലിയൊരു ഊർജമായിട്ട് മാറണം. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി മുഖ്യപ്രഭാഷണം നടത്തി. BJP പഞ്ചായത്ത് പ്രസിഡന്റ് EM സോജു, E രാമചന്ദ്രൻ, C ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലിക കൃഷി വിളവെടുപ്പ് നടത്തി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ ഒറന്നിടത്ത് ചാലിൽ 6-ാം വാർഡ് മെമ്പർ TV കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ മിഷന്റെ ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി പവിഴം പൗർണമി JLG ഗ്രൂപ്പാണ് ചെണ്ടുമല്ലികയും പച്ചക്കറിയും കൃഷി ചെയ്തത്. ഓണക്കാലത്ത് ആവശ്യമായ പൂക്കളും പച്ചക്കറികളും നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിലൂടെ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ പൂവുകൾ ലഭ്യമാക്കാനും JLG ഗ്രൂപ്പിന് വരുമാനമുണ്ടാക്കാനും സാധിക്കുന്നു. ചെറുതാഴം പഞ്ചായത്തിൽ 11-ലധികം ഗ്രൂപ്പുകൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ TV കുഞ്ഞിക്കണ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൻ്റെ പൂക്കൃഷി JLG ഗ്രൂപ്പ്, അതുപോലെ തന്നെ പൗർണമി, കുടുംബശ്രീ, പവിഴം ഇവരുടെ നേതൃത്വത്തിൽ നല്ല നിലയിൽ കൃഷി ചെയ്ത് നല്ല വിളവെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഓണത്തിൻ്റെ മുന്നോടിയായി തന്നെ ഇത്തരം പൂക്കൃഷി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നത് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ പ്രദേശത്ത് തന്നെ ഏറ്റവും നല്ല സമൃദ്ധമായി വളരാൻ വേണ്ടി പറ്റുന്ന മണ്ണ് നമുക്കുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ പ്രദേശത്തും ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. JLG ഗ്രൂപ്പ് പ്രസിഡന്റ് ശോഭ CV അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗീത VV സ്വാഗതം പറഞ്ഞു. CR നസീറ, സരോജിനി M എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുന്നരു പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച PV കരുണാകരന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. നിരവധി പേർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. കുന്നരു പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച PV കരുണാകരന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. K വിജീഷ് അനുശോചന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ MLA, C കൃഷ്ണൻ, V നാരായണൻ, P സന്തോഷ്, VV ഉണ്ണികൃഷ്ണൻ, TP അനൂപ്, VT വിജയൻ, V ഷൈമ, KC അബ്ദുൽ ഖാദർ, PK കൃഷ്ണൻ, PV ബാലകൃഷ്ണൻ, KV ബാലകൃഷ്ണൻ, KP സുനിൽ, R ശശി, പണ്ണേരി രമേശൻ, V പ്രമോദ് തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണപുരത്ത് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. കണ്ണപുരം യോഗശാല CRC റോഡിന് സമീപത്തെ RD ഏജന്റ് P ശൈലജയാണ് മരിച്ചത്. കണ്ണപുരം യോഗശാലയ്ക്ക് സമീപം ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടം നടന്നത്. അത്തം പിറന്നു, ഇനി പൂവിളിയുടെ 10 നാൾ. മലയാളികൾ ഓണാവേശത്തിലേക്ക്. ഇനി തൊടികളിൽ പൂപറിച്ചും പൂക്കളം തീർത്തും പുതിയ പുടവകളണിഞ്ഞും രുചിയറിഞ്ഞും ഓണക്കാലത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ഇന്നു മുതൽ ആരംഭിച്ചു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മൊട്ടാമ്പ്രത്ത് പ്രവർത്തിച്ചു വരുന്ന ലിയ കാറ്ററിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നും 1.5 ക്വിന്റൽ നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. സ്ഥാപനത്തിന് 25,000 രൂപ പിഴ ചുമത്തി. കേരള കാർഷിക സർവകലാശാല കാർഷിക സാങ്കേതിക വിദ്യാദിനം കണ്ണൂർ ജില്ലാതല പരിപാടി ഏഴോം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.